do you want this place to be? I want it to be number one. Not in the region, but in the world. ഹായ് എവരിബഡി. ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് മൈൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മൾ ടോപ്പ് നോച്ച് ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, സ്പോർട്സ് പേഴ്സൺസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ് സിഇഒസ് ആയിക്കോട്ടെ, അങ്ങനെ എൻ്റയർ ഗ്ലോബലിയുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും വെൽത്തിയസ്റ്റ് പീപ്പിൾസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിലാണ്. And the Dubai market rates are growing so fast. Dubai's real estate market is thriving. It has become the world capital of luxury housing. Dubai, there's no tax. They just have so much money there. It continues to see record high prices. Dubai's property market is defying the trend. Record-breaking highest rate per square foot. They've been selling property. They have record numbers of sales. Buyers are paying anything from 10 to hundreds of millions of dollars, breaking sales records month on month. The city is now a global business hub and luxury tourist destination. അതായത് ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളൊരു 1 CR ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, വിച്ച് മീൻസ് ഇൻ ഡൽഹി, മുംബൈ ഓർ ദുബായ്. മുംബൈയിൽ ഒരു 1 CR നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാക്സിമം കിട്ടാൻ പോകുന്നത് 1.4, 1.5 ആയിരിക്കും. നമ്മൾ ഡൽഹിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.3, 1.4. അതും സെയിം ടൈം നമ്മൾ ദുബായിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 2.4, 2.5 വരെ അപ്രിസിയേറ്റഡ് ആണുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് ദ മെയിൻ പാർട്ട് ഈസ് ഹിയർ ഇസ് നോ ടാക്സ്. Even you are looking for a 2 BHK under 2 CR in Mumbai, it's very struggle to find a half decent location. അതേസമയം നമ്മൾ ഡൽഹിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോളനിയിൽ അത് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ട്രാഫിക്കും അതുപോലെ പവർ കട്ട് ഇതുപോലുള്ള പല ഇഷ്യൂസാണ് ഡൽഹിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ആ എമൗണ്ട് നമ്മൾ ദുബായിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലക്ഷറീസ് അപ്പാർട്ട്മെൻറ്റ് വിത്ത് ഹൈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ദുബായിലെ ഫാസ്റ്റ് മൂവിങ് റോഡ്സ്, നോ പൊല്യൂഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോ പ്രോപ്പർട്ടി ടാക്സ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള റെൻ്റൽ ഈൽഡിലേക്ക് വരാം. വിച്ച് മീൻസ് നമ്മൾ പ്രോപ്പർട്ടി ഓൺ ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റെൻ്റൽ ഈൽഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി 30,000 to 35,000 INR ആയിരിക്കും നമുക്കൊരു മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം മുംബൈ ആണെങ്കിൽ 30,000 to 40,000 വരെ നമുക്ക് കിട്ടും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ദുബായിലേക്കാണ് കമ്പാരിറ്റീവ്ലി നോക്കുന്നുണ്ടെങ്കിൽ 70,000 മുതൽ 1.2 lakhs വരെ നമുക്ക് മന്ത്ലി റെൻ്റൽസ് ഉണ്ടാവും. അതിന് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡൽഹി, മുംബൈ പോലുള്ള സംസ്ഥാനത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ 20 to 40, ഇൻ ബിറ്റ്വീൻ 20 to 40% ഓഫ് ടാക്സ് ഫോർ ദ റെൻ്റൽ. അറ്റ് ദ സെയിം ടൈം ദുബായിലാണെങ്കിൽ നോ റെൻ്റൽ ടാക്സ്, നോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആൻഡ് നോ പ്രോപ്പർട്ടി ടാക്സ്, 100% പ്രോഫിറ്റ്. നമ്മുടെ ഇന്ത്യയിലെ ഹൈ നെറ്റ് വർത്ത് ആയിട്ടുള്ള ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുകേഷ് അംബാനി മുതൽ അദാനി വരെ, അതുപോലെ വിരാട് കോഹ്ലി മുതൽ സച്ചിൻ ടെണ്ടുൽക്കർ വരെ, വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ, മെസ്സി, നെയ്മർ, ബെക്ക, ഇവരെല്ലാം പ്രോപ്പർട്ടീസ് ഓൺ ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. ദിസ് ഈസ് ദ റീസൺ ദാറ്റ്സ് വൈ ദേ ആർ പുട്ടിംഗ് മണി ഇൻ ദുബായ്. സൗണ്ട്സ് ഇൻസെൻ, റൈറ്റ്? സോ നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഫാക്ട്സ്, നമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ഹാർഡ് ഏൺ മണി കറക്റ്റായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല ബെറ്റർ ബെനിഫിറ്റ്സ് കിട്ടണം. അതിനിപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ FDI ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും ദുബായ് ഈസ് നമ്പർ 1. സോ ഇതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോൾ അതിൽ ദുബായിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെഗ്മെൻറ്റ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവും.